ഓണം എക്സാമിന് ഫുൾ മാർക്ക് നേടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ ഒരു വർഷത്തിലെ ആദ്യത്തെ എക്സാം ആണ്. അപ്പോൾ ഇതിന് ഫുൾ മാർക്ക് നേടിയില്ല അല്ലെങ്കിൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ പല കാര്യങ്ങളെയും എഫക്റ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഫുൾ മാർക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പല പ്രോബ്ലംസും മനസ്സിലാക്കുന്നത്. അതിൽ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് പലയിടത്തും സിലബസ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓണം എക്സാമിനുള്ള പോർഷൻസ് ഇതുവരെയും നിങ്ങളുടെ സ്കൂൾസിൽ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അതിൻ്റെ ടെൻഷൻ ഒന്ന്. ഇനി അതല്ലാതെ പലർക്കും ഇപ്പോഴും അറിയില്ല ഓണം എക്സാമിന് എത്ര ചാപ്റ്റർ പഠിക്കണം, മാത്സിൽ എത്ര ചാപ്റ്റർ ആണ്, ഫിസിക്സിൽ എത്ര ചാപ്റ്റർ ആണ്, അത് നിങ്ങൾക്ക് അറിയില്ല. ഇനി ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് അതും പലർക്കും അറിയില്ല. ഏതൊക്കെ ചാപ്റ്ററിന് എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം ആ കാര്യങ്ങൾ അറിയില്ല. ഇനി ഇതും പോരാഞ്ഞിട്ട് എല്ലാവരും നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് കിട്ടുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലില്ല. ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് കിട്ടുക? ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ആയിട്ടാണ് എൻ്റെ കുട്ടികൾ പഠിക്കാനിരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ കൺഫ്യൂഷൻസ് മെല്ലെ മെല്ലെ പാനിക്കിലേക്ക് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഒരു പേടി തോന്നും. പിന്നെ നമുക്ക് പഠിക്കാനുള്ള മൂടും പോയി ഒന്നും പഠിക്കാൻ തോന്നില്ല. ഇതല്ലേ നിങ്ങൾ ആക്ച്വലി പ്രശ്നം? ഇങ്ങനെയാണോ, ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് എൻ്റെ കുട്ടികൾ കടന്നു പോകുന്നത് എന്നുള്ളത് ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? ഇതിനൊക്കെ ഉത്തരം ആരാണ് തരിക? എക്സാം ടഫ് ആകോ എന്നുള്ള ഒരു ടെൻഷനാണ് മെയിനായിട്ട് ഇപ്പം എൻ്റെ കുട്ടികളുടെ മൈൻഡിൽ ഉണ്ടാവുക. നമ്മൾ ഈ വർഷത്തെ സിലബസ് മാറിയപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇത്രയും നാൾ നമ്മൾ പറഞ്ഞിരുന്ന 8ാം ക്ലാസ് ഭയങ്കര ഈസിയാണ്, ഭയങ്കര എളുപ്പമാണെന്നൊക്കെ ആണെങ്കിൽ ഈ വർഷം സിലബസ് മാറി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കണ്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ലെവൽ മാറിയിട്ടുണ്ട്. 8ാം ക്ലാസ്സിൻ്റെ ലെവല് ഒന്ന് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ ഒന്നും അല്ല. ടെക്സ്റ്റ് ബുക്കിലെ പല ചാപ്റ്റേഴ്സിനും ലെവൽ മാറിയിട്ടാണുള്ളത്. ഇനി അതൊന്നും കൂടി ഉറപ്പിക്കാനായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ SCERT നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അത് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ ആ കാര്യം ഒന്നുകൂടി ഉറപ്പായി. അതെ, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഉറപ്പായിട്ടും എക്സാമിന് മാറും അല്ലേ? ഇപ്പോൾ മാത്സ് ആണ് മിസ് എടുക്കുന്നത്, അതുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ മാത്സിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 3rd ചാപ്റ്റർ ആയിട്ട് സ്ക്വയർ ഐഡന്റിറ്റീസ് ഇത്രയും വർഷങ്ങൾ അതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് പോലെ വളരെ ഈസി ആയിട്ടാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കുട്ടികൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇത്തവണ ഇല്ല. പകരം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വേർഡ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പോൾ സിലബസ് മാറിയപ്പോൾ പഠിക്കാനുള്ള കണ്ടന്റ് കൂടിയിട്ടുണ്ട്, ലെവൽ മാറിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു ചലഞ്ചാണ്, ഇതെല്ലാം ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ഇതിനനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത് പോലും ശരിക്കും നമുക്കൊരു ക്ലാരിറ്റി പറയാനായിട്ട് പറ്റില്ല. ആകെയുള്ളത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം പഠിക്കുന്ന കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. കാരണം എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാലും ഏതൊക്കെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നാലും അത് നമുക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പേടി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് എവിടെ നിന്നാണ് അതിൻ്റെ ക്ലാസ്സസ് കിട്ടുക? ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് കിട്ടുക? ഇനി പലരുടെയും കൺഫ്യൂഷൻ എന്താണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്? അപ്പോൾ അത് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ്, ഈ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എടുത്ത് കാണാം. ഇനി ഈ വെയിറ്റേജും ഓരോ ചാപ്റ്ററിലും ഓരോ ടോപ്പിക്കിനെ നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? അതെല്ലാം അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ആഴ്ചയുടെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാൻ വേണ്ടി ഈ ഒരു ഓണം എക്സാമിന് നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഏത് ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം, ഏത് ടോപ്പിക്ക് നിങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കംപ്ലീറ്റ് പ്ലാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വന്തം എക്സാമിനർ ടീം എത്തുന്നുണ്ട് ഈ വരുന്ന മൺഡേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശക്തി ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ അവിടെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഇവൻറ്റ്, ഈ ഒരു ഇവൻറ്റിലായിരിക്കും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള സൊല്യൂഷൻ നമ്മൾ തരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾ ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ ഒരു 1 വീക്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസ് എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും ഈ ഒരു കുറഞ്ഞ സമയം. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂൾസിൽ പോയിട്ട്, അതിനൊപ്പം റിവിഷനും കൂടി ചെയ്യണം. ഇത് രണ്ടും കൂടി പ്രാക്ടിക്കലി എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്, ഇതിനെല്ലാം ഒരു ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ മൺഡേ നടക്കുന്ന നമ്മുടെ ഫൈനൽ സ്റ്റഡി പ്ലാനിലോട്ട് വരിക. ഇതിനെല്ലാത്തിനുള്ള ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഓണം എക്സാമിന് വേണ്ടി ഫൈനലി പ്രിപ്പയർ ചെയ്യുന്നത്? ആദ്യത്തെ എക്സാം ആണ്, പക്ഷേ ഈ ആദ്യത്തെ എക്സാം നേരിടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ അവസാനത്തെ ശ്രമം അല്ലെ, അവസാനത്തെ അറ്റംപ്റ്റ് ആണ് നമ്മൾ ഈ മൺഡേയിലുള്ള ഇവന്റിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതിരിക്കുക. ഓണം എക്സാം കളറാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡീസ് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ വേണം എന്ന് പറഞ്ഞു തരുന്ന ലൈവ് ആയിരിക്കും. സോ മൺഡേ എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റ് 7
7 മണിയാകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് വരിക. നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഇവന്റ് ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടി നമ്മുടെ ഈ ഒരു ഇവന്റിലേക്ക് വരാം.